യുവനടൻ ബാബുരാജിന് ഒരു ചെറിയ സങ്കടമുണ്ട്. സിനിമാക്കാർക്ക് തമാശ പറയാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ജാതിയും കൊടിയും നോക്കി സിനിമാക്കാർക്ക് സംസാരിക്കേണ്ടി വരുന്നു. തമ്മിൽ തെറ്റിക്കുന്നത് പുറത്തുള്ളവരാണ്. ഇവിടെ അത് ഒരു പ്രശ്നമേ അല്ല എന്നാണ് ബാബുരാജ് പറഞ്ഞു വരുന്നത്. ഉണ്ണി മുകുന്ദനോട് ആർക്കും ഒരു പ്രശ്നമില്ല, നിങ്ങളൊക്കെയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. എന്തായാലും ബാബുരാജ് പറഞ്ഞത് എന്താണ് എന്ന് പറയാം. പുതിയ സിനിമ നന്നായി പോകുന്നുണ്ട്. ആ സന്തോഷത്തിനൊപ്പം ഞാൻ എൻ്റെ ചെറിയൊരു ദുഃഖം കൂടി പങ്കുവച്ചോട്ടെ. 1994 സിനിമയിൽ വന്ന ആളാണ് ഞാൻ. പക്ഷേ 2024 ആയപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു വിഷമം. സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം, മതം, വർഗം, കൊടി ഇതൊന്നും പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വളരെ തെറ്റാണ്. ഞങ്ങളുടെ സിനിമയിൽ ഷെയ്ൻ നിഗം എന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ആൾ മാത്രമല്ല ഉള്ളത്. ഒരു ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, പണിക്കരുണ്ട്, ഈഴവരുണ്ട്, എല്ലാവരുമുണ്ട്. ഇതിൽ പൈസ മുടക്കിയ സാന്ദ്രയുടെ പൈസയ്ക്ക് നിറമില്ല, മതമില്ല, കൊടിയില്ല, ഒന്നുമില്ല. ഇതൊന്നും ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല. എന്തെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇടുന്നത്. അത് തെറ്റാണ്. കലാകാരന് അല്ലെങ്കിൽ സിനിമാക്കാരന് അതൊരിക്കലും പാടില്ല, അല്ലെങ്കിൽ ഒരിക്കലുമില്ല. എന്തൊക്കെ വിവാദങ്ങളുണ്ടായി. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിന് ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ അയച്ചു കൊടുത്തു. ഉണ്ണി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, ബാബുചേട്ടാ ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഫീൽ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ കലാകാരന്മാരെ തെറ്റിക്കാൻ നിങ്ങൾ നോക്കണ്ട, നടക്കില്ല. അത് ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അതിൻ്റെ പേരിൽ എന്തൊക്കെ വിവാദമുണ്ടായാലും വിഷമത്തോടു കൂടി പറയുകയാണ്. അത് പാടില്ല. ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ, ഞങ്ങളെ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ, പ്രവർത്തിക്കാൻ, അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അതിനുള്ള തുക വാങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ കൂട്ടരുത്. ചിരിയുടെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ എൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാനിത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. ഈ ഇടയ്ക്ക് മമ്മൂക്കയ്ക്ക് പോലും സങ്കടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരാളോട് എന്തെങ്കിലും പറയണമെങ്കിൽ അവൻ്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട ഒരു അവസ്ഥയായി. പാടില്ല, ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്, ബാബുരാജ് പറയുന്നു. സിനിമ ഞാൻ ഇന്നലെ 3 തിയേറ്ററുകളിൽ കണ്ടു. ഞാൻ കുറച്ച് നാളായി കോമഡി എന്നതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു. ഈ 3 തിയേറ്ററുകളിലും ഒരേ സീനിൽ ചിരി. നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് മെട്രോയിലുള്ള ആളുകളുടെ ചിരിയും സാധാരണ തിയേറ്ററിലെ ചിരിയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. മെട്രോയിലുള്ളവർ ചിരിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലായിടത്തും ഗംഭീര ചിരിയാണ്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ സിനിമയുടെ വിജയത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. എന്നാൽ അശ്ലീല പരാമർശം നടത്തിയതിന് ഉണ്ണി മുകുന്ദനോട് പരസ്യമായി മാപ്പ് പറഞ്ഞു യുവനടൻ ഷെയ്ൻ നിഗം രംഗത്ത് വന്നിരുന്നു. ബാബു പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിലും മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് പ്രൊഡക്ഷൻസ് ഹൗസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് താരം ഉണ്ണി മുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും മാപ്പ് പറഞ്ഞത്. ഉണ്ണി മുകുന്ദന്റെ സിനിമാ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് നടത്തിയ അശ്ലീല പരാമർശം വൻ വിവാദമായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഷെയ്ൻ മാപ്പ് പറഞ്ഞത്. ഇവർ പറയുന്നത് പോലെ ഉണ്ണി മുകുന്ദനുമായി നല്ല സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തനിക്ക് പറ്റിയ ഒരു പരാമർശത്തിൽ എന്തിന് ഷെയ്ൻ മാപ്പ് പറഞ്ഞു? ഞങ്ങൾ തമ്മിലുള്ളതാണ്, അത് ഞങ്ങൾ തീർത്തോളാം എന്ന് പറയാമായിരുന്നല്ലോ. എന്തായാലും ആവശ്യമില്ലാതെ ഒരാളെയും വിമർശിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ്. ആരെയും വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ്. സ്ക്രിപ്റ്റിലുള്ളതനുസരിച്ച് സംസാരിക്കുന്നവരാണ് നിങ്ങൾ എന്നത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്കിടയിൽ തന്നെ വെച്ച് പറഞ്ഞ് തീർക്കാമല്ലേ? റിപ്പീറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു? മാപ്പ് പറച്ചിലാണെങ്കിലും ഒരു ഫോൺ വിളിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമാനസ്.